നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന നേതാവ്, നമുക്കറിയാം BJPയുടെ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം BJP നേതാക്കളുമായി നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അദ്വാനിയെ പോലെയോ മുരളി മനോഹർ ജോഷിയെ പോലെയോ അദ്ദേഹം മിതവാദിയായി, അതായത് BJPക്കുള്ളിലെ മിതവാദിയായി നിൽക്കാൻ തയ്യാറല്ല. കൃത്യമായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ തെളിവുകൾ പലതും നിരത്തിക്കൊണ്ട് എപ്സ്റ്റീൻ ഫയൽസിലെ വിഷയങ്ങൾ മോദിക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. അമിത്ഷായെ ഗുണ്ട എന്ന് വിശേഷിപ്പിച്ച് ഗുണ്ടായിസം നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കാര്യകാരണ സഹിതം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി. ഇലക്ഷൻ സമയത്ത് ഇത് ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് BJPക്ക് ക്ഷീണമാകും എന്നാണ് അവരുടെ ഇന്റലിജൻസ് വിങ് പറയുന്നത്. അവരുടെ വാർ റൂമുകൾ വളരെ വ്യക്തമായി തുറന്ന് സമ്മതിക്കുന്നത്. BJP നേതൃത്വത്തിൽ പല വനിതകളും പാർലമെന്റ് അംഗങ്ങളായത് നരേന്ദ്രമോദിയുടെ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമി വളരെ പച്ചയ്ക്ക് പൊളിച്ചെടുക്കുന്ന രീതിയിൽ പച്ചയ്ക്ക് പറയുകയാണ്. അതായത് മറ്റാരും പറയാത്ത അസാമാന്യ ധൈര്യം സുബ്രഹ്മണ്യൻ സ്വാമിക്കുണ്ട്. BJPയുടെ ഒരൊറ്റ നേതാക്കൾ പോലും അദ്ദേഹത്തിനെതിരെ മറുത്തൊരക്ഷരം ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് ഓർമ്മിക്കണം. അത്രമേൽ ശക്തമായി പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണ് എന്നാണ് സ്മൃതി ഇറാനി അടക്കമുള്ളവർ പറയുന്നത്. സ്മൃതി ഇറാനി ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ച് നടക്കുകയാണ്. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന അവർ ഇപ്പോൾ താൽക്കാലികമായി വരുമാനത്തിന് വേണ്ടി സീരിയലുകൾ തോറും, അതായത് സീരിയൽ സെറ്റുകൾ തോറും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അവരുടെ മകൾ ബാർ നടത്തിയിരുന്നു എന്ന രീതിയിലുള്ള നേരത്തെയുള്ള റിപ്പോർട്ടുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. ഗോവയിൽ ബാർ നടത്തിയിരുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ നമുക്കറിയാം. സ്മൃതി ഇറാനിയുടെ വിഷയം മാത്രമല്ല, പല BJPയുടെ വനിതാ നേതാക്കൾക്കെതിരെയും സുബ്രഹ്മണ്യ സ്വാമി ഇത്തരത്തിൽ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, മോദിക്കെതിരെ തൻ്റെ പക്കലുള്ള തെളിവുകൾ എവിടെ വേണമെങ്കിലും നിരത്താമെന്ന് ഒരു മുതിർന്ന നേതാവ് പറയുകയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, എൻ്റെ ബോധ്യത്തിന് കുറച്ചത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. നരേന്ദ്രമോദി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു യോഗിയായ വ്യക്തിയോ ഒരു ഋഷിവര്യൻ എന്ന രീതിയിലുള്ള ഒരു ഇമേജോ അല്ല. അദ്ദേഹത്തിൻ്റെ പിന്നിലെ വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്ന് തനിക്കറിയാം എന്നാണ് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, ഈ രാജ്യത്തിൻ്റെ പ്രധാന സേവകനാണ് താൻ എന്ന് പറഞ്ഞു നടന്ന നരേന്ദ്രമോദിക്ക് മറ്റൊരു കറുത്ത ഏടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിലെ ചില ശക്തികളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളെക്കുറിച്ചും സുബ്രഹ്മണ്യ സ്വാമി വാചാലനാകുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. ഗോദി മീഡിയകൾ എത്രയൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ റിപ്പോർട്ട്, അദ്ദേഹത്തിന് വേണ്ടി പോഡ്കാസ്റ്റുകൾ പല രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണ്. പോഡ്കാസ്റ്റുകൾ ചില്ലറ രീതിയിലല്ല, ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ഫാർ റീച്ചിങ് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. വരും ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള അലയടിപ്പ് ഉണ്ടാക്കിയെടുക്കും എന്ന് പറയാൻ കഴിയും. കാരണം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യാൻ വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ചാ വിഷയമായി മാറും.